ഫുള്ള് നമ്മൾ കടലിൽ ഇറങ്ങി തപ്പേണ്ട ആവശ്യമില്ല. ഈ കടലിൻ്റെ ഉള്ളിൽ മീനുകളൊക്കെ എവിടെയാണെന്നുള്ളത് ഒരു വഞ്ചിയിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ വഞ്ചി മാത്രം എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്താൽ മതി. നമുക്ക് 7 മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. സോ പഠിച്ച മക്കളെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ഒരു കഴിഞ്ഞ April 25 വന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അത് നമുക്ക് ഫസ്റ്റ് വരുന്നത് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നതിനെ വിഷമിക്കണ്ട. ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് NIOS വിജയം നേടാം. അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് NIOS സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ എപ്പോൾ ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഒക്കെ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾക്ക് സയൻസിന്റെ SSLCന്റെ കണ്ടന്റ് പറഞ്ഞില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാ സബ്ജക്ട്സും പറഞ്ഞു കൊടുക്കാറുണ്ട്. മാക്സിമം എത്ര നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റുകളൊക്കെ തന്നെയാണ് മാക്സിമം കൊടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഞാനിതാ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് പഠിക്കണം, ഏതൊക്കെ ഭാഗം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്ന് നമുക്കവിടെ തീരുമാനമാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഒക്ടോബർ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത് പോകുന്ന കുട്ടികളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ബാസ് ക്രാഷ് കോഴ്സ് ഞാൻ നടത്തുന്ന സീസൺ 6 ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഫിസിക്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടോ എത്രത്തോളം ടഫുള്ള സബ്ജക്റ്റ് ആണ്. 2 വർഷമൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട കണ്ടന്റ് ആണ്. നമ്മൾ ഈ ഷോർട്ട് ടൈമിൽ 1 മന്ത് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കഴിഞ്ഞ 5 ബാച്ചുകളിന്റെ കുട്ടികൾ ഫുൾ ക്രാക്ക് ചെയ്ത ആ ഒരു കോൺഫിഡൻസിലാണ് പറയുന്നത്. സീസൺ 6 100% ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സിന്റെയും ക്രാഷ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സിന്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ കൊടുക്കുക ഫുൾ ആൻഡ് ഫുൾ ചാപ്റ്റർ അല്ല കൊടുക്കുക, 4 ടോപ്പിക് കണ്ടന്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മാർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്ന മാർക്ക് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ 4 ടോപ്പിക് കണ്ടന്റുകൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് വരുന്ന MCQ, FIB, മാത്സ് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ക്വസ്റ്റ്യൻ ബാങ്ക്. ദെൻ നമ്മുടെ സബ്ജക്റ്റീവ് കണ്ടന്റുകൾ, ഏതാണ് നമ്മുടെ Q&A സെഷൻ. പ്രീവിയസ്ലി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് NIOS സയൻസ് പരീക്ഷകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ ഒക്കെ പോലത്തെ സബ്ജക്ട്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രൈം ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മളിതിൽ നമ്മുടെ സബ്ജക്റ്റീവ് കണ്ടന്റുകളായിട്ട് Q&Aയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ക്രാഷ് കോഴ്സിലൊക്കെ വരുന്ന കുട്ടികൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ കടലിൽ ഇറങ്ങി തപ്പേണ്ട ആവശ്യമില്ല. ഈ കടലിൻ്റെ ഉള്ളിൽ മീനുകളൊക്കെ എവിടെയാണെന്നുള്ളത് ഒരു വഞ്ചിയിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ വഞ്ചി മാത്രം എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്താൽ മതി. ആ വഞ്ചിയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ്. സോ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്ത് കൊടുത്തേക്കാണ്. നമ്മളോട് വിളിച്ച് വാട്സാപ്പിൽ ക്രാഷ് കോഴ്സ് നയിക്കുക. സോ നിങ്ങൾക്ക് ഫിസിക്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. കെമിസ്ട്രി മാത്രം അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേണം. സോ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ 3 സബ്ജക്റ്റോ ഫുൾ സബ്ജക്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയോട് വരികയാണെങ്കിൽ ഇവിടെ ഫിസിക്സിൽ നോക്കൂ, നമുക്ക് സിലബസ് ബൈഫർക്കേറ്റഡ് ആണ്. ബൈഫർക്കേറ്റഡ് സിലബസ് ആണ് നമുക്ക് വരുന്നത്. കാരണം മൊത്തം നമുക്ക് 30 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 40% ഒഴിവാക്കി. അതായത് 12 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി. 12 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി അറിയുമ്പോൾ നമുക്ക് വെറും 18 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. അതായത് 60% സിലബസ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ഉള്ളൂ. സോ ഈ 60% സിലബസ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് അതിന്റെ മാർക്ക് വെയിറ്റേജ് ഒക്കെ നോക്കണം. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ TML ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് നോക്കൂ. യൂണിറ്റ്സ്, ഡയമെൻഷൻ ആൻഡ് വെക്ടേഴ്സ്. ഈ ഒരു യൂണിറ്റ്സ്, ഡയമെൻഷൻ, വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് SI യൂണിറ്റ്സ് ഏതൊക്കെയാണ്, എങ്കിൽ മെഷർമെന്റ്സ് എന്താ, മീറ്റർ, കിലോമീറ്റർ, കിലോഗ്രാം, ലിറ്റർ, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മെഷർമെന്റ്സ് ആണ്. ഇത് ഇതിന്റെ ബേസ് ആണ്. സോ ഈ ഒരു ബേസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിക് ഇവർ ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇവർ ബേസുകളെ ഒഴിവാക്കിയാണ്. പക്ഷേ അവർ ബുദ്ധിയുള്ള ആളുകളാണ്. കാരണം എന്താ, ബേസ് ഇല്ലാതെ ഒരിക്കലും അഡ്വാൻസിലോട്ട് പോകാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതായത് യൂണിറ്റ്സ്, ഡയമെൻഷൻ, മോഷൻ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ പ്ലെയിൻ, 3D, ഓക്കെ, ഗ്രാവിറ്റേഷൻ, okay, motion, rigid body, elastic property, kinetic theory, heat transfer, simple harmonic motion, SHM, ഇതൊന്നും വേണ്ട. സോ ഇതൊന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബേസുകളൊക്കെ നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഇതിന് ആവശ്യമുള്ള ബേസസ് മാത്രമാണ് ഞാൻ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിറ്റ്, ഡയമെൻഷൻ, മെഷേഴ്സ്, മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ ഒക്കെ പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോസ് ഓഫ് മോഷൻ, ഓക്കെ, ന്യൂട്ടൺസ് ലോ അറിയാം. ന്യൂട്ടന്റെ 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം ഇതൊക്കെ അറിയുന്നുണ്ടാവും. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ഏതാ, യൂണിറ്റ്സ്, ഡയമെൻഷൻ എന്നൊക്കെ വരുന്ന ഏത് വർക്ക് എന്താണ് അല്ലേ, വർക്ക്, എനർജി, പവർ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ്. സോ നമുക്ക് ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി, പവർ, പിന്നെ നമുക്ക് ലിക്വിഡ് പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് വരുന്നത്, MOF ആണ് വരുന്നത്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നില്ല, നമുക്കിവിടെ ഫ്ലൂയിഡ്സ് മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കൈനറ്റിക് തിയറി വരുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ടഫായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു പേപ്പറാണ് തെർമോഡൈനാമിക്സ്. ഈ തെർമോഡൈനാമിക്സിന്റെ മാർക്ക് നമുക്ക് നോക്കാം, അപ്പം ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേവ് ഫിനോമിനയാണ് അടുത്തൊരു ചാപ്റ്റർ വരുന്നത്. സോ ഈ പറഞ്ഞ പോലെ ലോസ് ഓഫ് മോഷൻ ഈസി ചാപ്റ്റർ ആണ്, വർക്ക്, എനർജി, പവർ ഈസി ചാപ്റ്റർ ആണ്. ഈ പ്രോപ്പർട്ടി
പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും തെർമോഡൈനാമിക്സും നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ബേസ് ഇല്ലാതെ ഒരിക്കലും സയൻസിൽ നമുക്ക് ഈ പറഞ്ഞ പേപ്പേഴ്സിലൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് കറന്റ് തന്നെയാണ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതിൽ നമ്മൾ ഏറ്റവും ഇലക്ട്രിക് ചാർജ്, കുളോം ചാർജ്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഒരു ഭാഗം നോക്കണേ. പിന്നെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റേഴ്സ്, അതേപോലെ ഇലക്ട്രിക് കറന്റ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യണതും പാരലായിട്ട് കണക്ട് ചെയ്യുന്നതും റെസിസ്റ്റേഴ്സിനെ അതായത് പ്രതിരോധങ്ങളെ നമ്മൾ സമാന്തര ശ്രേണിയിലും അതേപോലെ തന്നെ ഓരോ മേഖലകളിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഒരു സർക്യൂട്ട് എങ്ങനെയെന്നുള്ളതൊക്കെ പഠിച്ചു. അതേപോലെ തന്നെ മാഗ്നറ്റിസവും മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എങ്ങനെ മാഗ്നറ്റിക് എഫക്ട് എന്നുള്ളതും അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതൊക്കെയാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ്. ഇത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ്. സോ തെർമോഡൈനാമിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ്. പിന്നെ നമുക്ക് ഡിസ്പെർഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് അടുത്തൊരു വരുന്നത്. പിന്നെ വേവ് ഫിനോമിന ആൻഡ് ലൈറ്റ് എന്നുള്ള നമ്മുടെ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ള 6ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, അതേപോലെ തന്നെ ജെ തോംസൺ മോഡൽ ഓഫ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയേഷൻ ആൻഡ് മാറ്റർ വരുന്നുണ്ട്. ന്യൂക്ലിയർ ആൻഡ് റേഡിയോ ആക്ടിവിറ്റി വരുന്നുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ അല്ലെ, ഫ്യൂഷനും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനും എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടിംഗ് ഡിവൈസസ്, ആപ്ലിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടിംഗ് ഡിവൈസ്, ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് കുറേ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇത് കുറേ ഒന്നുമില്ല. ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ലോസ് ഓഫ് മോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വർക്ക് എനർജി പവർ ഇമ്പോർട്ടൻ്റ് ആണ്, തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് കറണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദെൻ നമുക്കിവിടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും കുറച്ച് ഈസി ആയിട്ട് നോക്കുന്നത്. ഞാൻ മാർക്ക് വെറ്റേജ് വെച്ചിട്ട് പറഞ്ഞു, മാർക്ക് വെറ്റേജ് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് മാർക്ക് വെറ്റേജ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഫുള്ള് ഒറ്റടിക്ക് ഇരുന്നിട്ട് നമ്മൾ ഒരു ഓർഡറിൽ പഠിക്കാതെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗങ്ങൾ ആദ്യം പഠിച്ചിട്ട് അങ്ങനെ പ്രയോറിറ്റി ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സിലൊക്കെ മാർക്ക് ഉള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ അതിൽ വരുന്ന ക്ലാസ് അതേപോലെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഫിസിക്സിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കാം അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നോക്കൂ, നമ്മളിതിൽ മാർക്ക് വെയിറ്റേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, 1ാമത്തെ മൊഡ്യൂൾ മോഷൻ ഫോഴ്സ് ആൻഡ് എനർജി എന്നുള്ള നമ്മുടെ ലോസ് ഓഫ് മോഷൻ അതുപോലെ വർക്ക് എനർജി പവർ 14 മാർക്ക് വരുന്നത്. അപ്പോൾ 2 ചാപ്റ്റർ പഠിച്ച 14 മാർക്ക് അറിയുമ്പോൾ ഒരു ചാപ്റ്ററിന് നമുക്ക് 7 മാർക്ക് വീതം വരുന്നുണ്ട്. സോ പഠിച്ച മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടോ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിന് 16 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, 16 മാർക്ക് അതിന് വരുന്നുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് ഒരൊറ്റ ചാപ്റ്ററിന് നമുക്ക് 6 മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓസിലേഷൻ ആൻഡ് വേവ്ന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് 6 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ്സ് മാത്രം ഒരു ചാപ്റ്റർ ഫ്ലൂയിഡ്സ് മാത്രം പഠിക്കുമ്പോൾ അവിടെ 6 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയറിന് 8 മാർക്കാണ് ഇത്രയും ചാപ്റ്റർ പഠിക്കുമ്പോൾ, അവിടെ മാർക്ക് കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് സെമി കണ്ടക്ടർ ഡിവൈസസ് കണ്ടോ ഒറ്റ ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ഒറ്റ ചാപ്റ്ററിന് 10 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്ക് വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ മോഷൻ ഫോഴ്സ് എനർജി അതായത് ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും ഫസ്റ്റ് പഠിച്ചോളൂ, അത് നല്ല മാർക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിന്റെ ആൻഡ് മാഗ്നറ്റിസത്തിന്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല മാർക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഫോക്കസ് ചെയ്തോളൂ. ദെൻ സെമി കണ്ടക്ടർ ഡിവൈസസ് ഇത്ര ചാപ്റ്റേഴ്സ് ഒക്കെ ആദ്യം ഫോക്കസ്, ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഇതാണ്, ഇത് ആദ്യം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഈ 6 മാർക്കിന്റെ ചാപ്റ്റേഴ്സിലോട്ടൊക്കെ പിന്നീട് വന്നാൽ മതി, കുഴപ്പമില്ല. എല്ലാം പഠിക്കേണ്ട തന്നെയാണ്. പക്ഷേ ഇത്രയും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പാറ്റേണിൽ 80 മാർക്കാണ്. ഈ 80 മാർക്കിന്റെ എക്സാംസ് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ 1ാമത്തെ നമുക്ക് 14 മാർക്കിന് ഉണ്ടാവും, 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 6 മാർക്ക്, 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 6, 4ാമത്തെ മൊഡ്യൂൾ 6, 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 16, 6ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 14, 7ാമത്തെ 8 മാർക്ക്, 8ാമത്തെ 10 മാർക്ക്. ഇങ്ങനെ 8 മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് വരുന്നത്. 8 മൊഡ്യൂളിൽ നിന്ന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞത് ഇതേ പാറ്റേണിലാണ് ഇതിന്റെ മാർക്കുകളൊക്കെ വരിക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മാർക്കിംഗ് ഒക്കെ എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും പോലെ തന്നെ അതായത് MCQ ക്വസ്റ്റ്യന് 16 ചോദ്യങ്ങൾ ഉണ്ടാവും, 1 മാർക്ക് വീതം 16 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ നമ്മൾ അടുത്ത ബാക്കിയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ഫോളോയിങ്, പാരഗ്രാഫ്, അതല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് 12 ചോദ്യങ്ങളാണുള്ളത്. 2 മാർക്ക് ആയത് ഒരു സബ് ക്വസ്റ്റ്യൻ വെച്ച് സബ് പോയിന്റ് വെച്ച് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ 24 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തം 24 16 പറഞ്ഞാൽ 40 മാർക്കാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വാങ്ങുന്നത്. ഈ ഒബ്ജക്റ്റീവിന്റെ 40 മാർക്ക് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിച്ചാൽ തന്നെ കിട്ടും. അതിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മാക്സിമം പോസിബിലിറ്റി ക്വസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് VSA 2 മാർക്കിന്റെ 9 ചോദ്യങ്ങൾ 18 മാർക്കും, ഷോർട്ട് ആൻസർ 3 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ 12 മാർക്കും, ലോങ് ആൻസർ 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ 10 മാർക്കും. ഇങ്ങനെയാണ് നമുക്ക് 40 മാർക്ക് വരുന്നത്. നമ്മുടെ സബ്ജക്റ്റീവിന്റെ 40 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 40 + 40 80 മാർക്കാണ് നമുക്ക് വരുന്നത്. ബാക്കി 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലാണ്. 20 മാർക്കിന്റെ 10 മാർക്ക് നമുക്ക് PCPയും ബാക്കി 10 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ഈ പരീക്ഷ നടക്കുന്നത്.
വരുന്നത്. ഓക്കെ, ഇപ്പൊ തിയറി മാത്രമാണ് ഞാൻ 80 പറഞ്ഞത്. ഈ ഒരു 80 മാർക്ക് എന്നുള്ളതിനെ കൺവേർട്ടഡ് ഔട്ടോ, ഈ 80 മാർക്കിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക, മാർക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വരിക. 80 നമ്മൾ എഴുതിയാൽ പോലും നമ്മുടെ മാർക്ക് കൺവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ ഒരു April 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം, അതിൽ എങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വെയിറ്റേജ് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ നമുക്ക് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ ഒരു കഴിഞ്ഞ April 2025 വന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അത് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെക്ഷൻ എ നമുക്ക് വരുന്നത് നമ്മുടെ MCQ പാറ്റേൺ ആണ്. MCQ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ് 1 മുതൽ 16 വരെ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ ഒരു ചോദ്യം അതിന് 4 ഓപ്ഷൻ കൊടുക്കും, അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ള ഉത്തരം എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തരിക. അതിൽ കറക്റ്റ് ഒരു ആൻസർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണ്, കാരണം അതിൽ ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഐഡിയ ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബാസിന്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ MCQ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഫിൽ ചെയ്യുന്ന ബ്ലാങ്ക്സ് 1 വേർഡ് ഒക്കെയാണ്. നമുക്ക് നോക്കാം. MCQ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാസേജ് ആണ്. ഒരു പാസേജ് കൊടുത്തിട്ട് നമുക്ക് അതിന് ആൻസർ കൊടുക്കാനാണ്, 1 വേർഡിൽ കൊടുക്കാനുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കുണ്ട് FIB ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കറക്റ്റ് ആൻസർ, ഇത് കംപ്ലീറ്റ് സെന്റൻസസ് യൂസിങ് ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഇൻ ദ ബാക്ക്. കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇതിലെ ആൻസർ എന്നുള്ള ആ ഒരു വേർഡാണ് മിസ്സിങ്. സോ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഒരു ചോദ്യം വെച്ചിട്ട് അതിന്റെ ഉത്തരത്തിന്റെ അവിടെ ബ്ലാങ്ക് കൊടുത്തേക്കാണ്. സോ ആ ആൻസർ കറക്റ്റ് ആ വേർഡ്. അപ്പോൾ ഏതിട്ടിട്ട് നിങ്ങൾ ഏതാണ് ആൻസർ വെച്ചാൽ മാത്രമാണ് എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് FIB ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ പാസേജ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും നമുക്ക് വീണ്ടും അത് MCQ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ വീണ്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ചോദിച്ചില്ല, കോളം 1 കോളം 2 പറഞ്ഞിട്ട് ഈ ഒരു ഇത് കണ്ടോ പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലായിട്ട് കണക്ട് സീരീസും പാരലായിട്ടുള്ള കണക്ഷൻ. സോ സീരീസ് കോമ്പിനേഷൻ ആണോ, പാരലൽ കോമ്പിനേഷൻ ആണോ, ബാലൻസ്ഡ് വീറ്റ്സം ബ്രിഡ്ജ് ആണോ, അൺബാലൻസ്ഡ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാം. സോ ഈ ഒരു രണ്ട് ആൻസറിന് ഇതിൽ 4 ഏതാന്നുള്ളത് നമുക്കത് നോക്കിയിട്ട് പറഞ്ഞെടുക്കണം. ഓക്കെ, വിച്ച് മാച്ച് ദ കോളം 1 വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ കോളം 2. ഈ കോളം 1 ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇതിനൊരു മാർക്കോ ഇതിനൊരു മാർക്കാണ്. സോ കറക്റ്റ് ഏതാന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വീണ്ടും ഫിൽ ചെയ്യുന്ന ബ്ലാങ്ക്സ് ആണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കണ്ടോ, പിന്നെ ട്രൂ ഓർ ഫാൾസ് ചോദ്യം സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ വന്നിട്ടുണ്ട്, ട്രൂ ഓർ ഫാൾസ് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഓർ ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്നത് മാത്രമേ എഴുതി കൊടുത്താൽ. വീണ്ടും നമുക്ക് ലാസ്റ്റ് FIB ആണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും ഭാഗങ്ങൾ 40 മാർക്കിനുള്ള സ്കോർ ചെയ്യാനുള്ള സെക്ഷൻ എ നമ്മളത് കഴിഞ്ഞു. സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് VSA ക്വസ്റ്റൻ, SA ക്വസ്റ്റൻ, LA ക്വസ്റ്റൻസ് ആണ് വരിക. സോ VSA ക്വസ്റ്റൻ നമുക്ക് നോക്കാറുണ്ടോ, മെൻഷനിങ് 2 മെത്തേഡ്സ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 സർഫേസസ് മൂവിംഗ് റിലേറ്റഡ് ടു ഈച്ച് അതർ. 2 മാർക്കാണ്. സോ നമുക്ക് അതിൽ 20 to 35 വേർഡ്സിനുള്ളിലൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. അതിന് ഓർ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ വെച്ചാൽ ഏതാ നിങ്ങൾക്ക് ഏതൊരു ബെനിഫിറ്റ് നോക്കിയിട്ട് എഴുതിയാൽ മതി. സോ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റൻസിനൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് ആണ്. VSA ക്വസ്റ്റൻ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിനോട് ഓപ്ഷൻസ് ചിലതിന് മാത്രമേ കാണുന്നുള്ളൂ. അതായത് നമുക്ക് 3 മാർക്കിനാകുമ്പോൾ ഒരു 45 to 60 വേർഡ്സ് വരെ എഴുതി കൊടുക്കണം. സോ അതും നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കാനുള്ള ക്വസ്റ്റൻസ് ആണ് SA ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റൻ നോക്കുകയാണെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റൻ നമുക്ക് ലോങ് ആൻസർ ആണ്. അത് അത്യാവശ്യം നല്ലൊരു 80-90 വേർഡ്സിലൊക്കെ എഴുതാനുള്ള കണ്ടന്റുകളാണ്. ഡിഫൈൻ ദ ടേംസ് വർക്ക്, എനർജി, പവർ. അപ്പോൾ നിങ്ങൾ വർക്ക് എന്താണെന്നുള്ള എഴുതണം, എനർജി എന്താണെന്ന് എഴുതണം, പവർ എന്താണെന്ന് എഴുതണം. അത് മാത്രം എഴുതിയാൽ പോരാ. ഈ വർക്കിന്റെ എനർജിന്റെ പവറിന്റെ SI യൂണിറ്റ്, ഇതിന്റെ SI യൂണിറ്റ് ഏതാണെന്നുള്ള എഴുതണം. അത് മാത്രമല്ല അടുത്ത ക്വസ്റ്റൻ, ഗിവ് 2 ഈവൻസ് ഇൻ വിച്ച് ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി ആൻഡ് ദ ബോഡി മൂവ്സ് ബട്ട് നോ മെക്കാനിക്കൽ വർക്ക് ഇസ് ഡൺ. ഏത് രണ്ടൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ആൻഡ് ബോഡി മൂവ്സ് നോ മെക്കാനിക്കൽ വർക്ക് ഡൺ, മെക്കാനിക്കൽ വർക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ഏതൊരു സാഹചര്യത്തിലാണ്, 2 സാഹചര്യങ്ങളിലാണ് അങ്ങനെ സംഭവിക്കണം. 2 സാഹചര്യമാണ് നമ്മളോട് ഇവിടെ പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഗിവൻ എക്സാമ്പിൾ വേരിയബിൾ ഫോഴ്സിന്റെ എക്സാമിനേഷൻ, അതല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ വർക്ക് ഡൺ അണ്ടർ സച്ച് ഈ ഒരു വേരിയബിൾ ഫോഴ്സിൽ വർക്ക് ഡണ്ണിൽ നമ്മളൊരു ഡെറിവേഷൻ എക്സ്പ്രഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പിന്നെ നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 2 ഓപ്ഷൻസ്. അതൊരു പ്രോബ്ലമാറ്റിക് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പ്രോബ്ലം വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിറ്റ്യൂഡും ഫോഴ്സ് ബിറ്റ്വീനുള്ള ഡയറക്ഷനും മാഗ്നറ്റും ഡയറക്ഷനും കണ്ടെത്താനുള്ള അതാണ് നിങ്ങൾക്ക് കുറച്ച് ഈസി തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഗാൽവനോമീറ്റർ, ഈ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇത് ഏതാണ് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് നിങ്ങൾക്ക് എഴുതാൻ കുറച്ചും ബെറ്റർ തോന്നുന്നെങ്കിൽ ഇതിലൊന്നില്ല. 5 മാർക്കാണ് സ്കോർ വരുന്നത്. സോ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മാത്തമാറ്റിക്സ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അധികം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നൊക്കെയാണ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ വർക്ക്, എനർജി, പവർ എന്ന് ലോസ് ഓഫ് മോഷൻ എന്നാണ് നമുക്ക് പിന്നെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല. സോ
ഇത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. മാത്തമാറ്റിക് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ, ആ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത്, ഇപ്പോൾ ചിലപ്പോൾ ഒന്നില്ല 2 വരാം, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതെന്താണെന്ന് നമുക്കത് മുൻവിധി വേണ്ട, നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇതൊക്കെയാണ് പാറ്റേൺ. ഇതിപ്പോൾ വായിച്ച് നോക്കുമ്പോൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിസിക്സിന് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചേ മതിയുള്ളൂ, അത് മാത്രം ഫോക്കസ് ചെയ്ത് തന്നെ പോകണം. സോ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ്റെ സിലബസ് വരുന്നത് എന്നുള്ളതും അത് ബൈഫക്കറ്റഡ് ആയത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതും മാർക്ക് വേരിയേജ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും മാത്രമല്ല നമ്മൾ നോക്കി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവിനും സബ്ജക്റ്റീവിലൊക്കെ വരുന്ന പാറ്റേൺ. അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ April 25 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഫസ്റ്റ് കാണുമ്പോൾ കുട്ടികൾക്ക് ടഫാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ എടുത്ത കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അത്യാവശ്യം ടൈം എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട സംഭവമാണ്. മറ്റുള്ള സോഷ്യൽ പൊളിറ്റിക്സ് പോലെയല്ല, കുറച്ചുകൂടി നമുക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ട സംഭവം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസും കോച്ചിങ്ങും ഒന്നും ഇല്ലാതെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ സീസൺ 6 അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന ആരെങ്കിലും ഇതാ താഴെ നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റും. ഫിസിക്സ് മാത്രം മതി അങ്ങനെ എടുക്കാം, ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ കണ്ടന്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.